വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ജാക്കറ്റ് ഷർട്ടാണ്. ജോർജറ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്ലീവ്ലെസ്സിക്കൊക്കെ, അതേപോലെ സ്ലീവ്ലെസ് ഇടാൻ മടിയുള്ള ആളുകൾ, അങ്ങനെ സ്ലീവ്ലെസ് ആയിട്ട് ഇടാൻ താല്പര്യമില്ലാത്ത ആളുകൾക്കൊക്കെ നമുക്കിത് പെയർ ചെയ്തിട്ട് ഇടാം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഇങ്ങനത്തെ ഒരു ജാക്കറ്റ്. സിമ്പിളായിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റും. നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോവാം. 1 മീറ്റർ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വീതി ഉള്ളതുകൊണ്ടാണ് നമ്മൾ 1 മീറ്റർ എടുത്തത്. 45 ഇഞ്ച് ഉണ്ട് ഇതിൻ്റെ വീതി വരുന്നത്. അത്യാവശ്യം നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ആദ്യം നമുക്ക് ഫ്രണ്ട് പോർഷൻ മാർക്ക് ചെയ്യാം. അതിൻ്റെ ക്ലോത്ത് ഇങ്ങനെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ക്ലോത്തിൻ്റെ എഡ്ജ് വശത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. താഴോട്ട് ഇങ്ങനെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് നേരെ ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ താഴെ ഇങ്ങനെ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് നേരെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നെക്കിൻ്റെ മാർക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്യല്ലേ, അതിൻ്റെ പുറത്തോട്ടാണ്. അപ്പോൾ ഷോൾഡറിൻ്റെ വിഡ്ത്തായിട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഷോൾഡർ ഡീപ്പായിട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ ലെങ്ത് ആയിട്ട് താഴോട്ട്. ബസ്റ്റ് 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. വേസ്റ്റ് കൊടുക്കുന്ന 9 ഇഞ്ചാണ്. ഡൗൺ വേസ്റ്റ് കൊടുക്കുന്നത് 10 ഇഞ്ചാണ്. ഇനി നമ്മൾ ആം ഹോളിൻ്റെ അവിടെ ഇതേ ഒരു 1/2 ഇഞ്ച് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് കർവായിട്ട് വരച്ചു കൊടുക്കുക. ഇനി ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ 7 ഇഞ്ചുള്ള താഴത്തോട് മാർക്ക് ചെയ്തത്, അവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ കുറയ്ക്കുന്നുണ്ട്. എന്നിട്ട് നെക്കിൻ്റെ അവിടെ നിന്ന് ഷോൾഡറിൻ്റെ അവിടേക്ക് ഇങ്ങനത്തെ ഒന്ന് വരച്ചു കൊടുക്കുവാണ്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ വിഡ്ത്തായിട്ട് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതേപോലെ അതിൻ്റെ ലെങ്ത്തായിട്ട് 3 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. ഷർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് 16 ഇഞ്ചാണ്. അത് കൂടെ ഒരു 4 ഇഞ്ച് ടൈനും കൂടെ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ടൈ സെപ്പറേറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യുമെന്നല്ല, ഇത് കൂടെ തന്നെ ചെയ്തിട്ടെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ 16 ഇഞ്ച് മാർക്ക് ചെയ്യാൻ നേരെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 4 ഇഞ്ച് എക്സ്ട്രാ ഒന്ന് മാർക്ക് ചെയ്യുക ഇതേപോലെ. എന്നിട്ട് നമ്മൾ ആ വേസ്റ്റ് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ടൈ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ എല്ലാ മാർക്കിങ്സും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്ത് മാറ്റുന്നതിന് മുന്നേ നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ വിടണം. എന്നിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് വശം മാർക്ക് ചെയ്തിട്ട് എടുക്കണം. അതിനായിട്ട് ക്ലോത്ത് 2 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും മേലെ വശത്ത് 1 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം അത് 1 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ഷോൾഡറിൻ്റെ വിഡ്ത്തായിട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷോൾഡർ ഡീപ്പായിട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ചെയ്ത അതേപോലെ തന്നെ. പിന്നെ ബസ്റ്റായിട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ 1 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, അവിടെ നേരെ നീട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഷോൾഡറിൻ്റെ മേലെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ 7 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ മേലായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നെക്കിൻ്റെ അവിടെ നിന്ന് ചെരിച്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ ഫ്രണ്ട് വശത്ത് ഒരു 1/2 ഇഞ്ച് കുറച്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വേസ്റ്റ് 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ബാക്കിൻ്റെ ലെങ്ത്തായിട്ട് 16 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ എക്സ്ട്രാ ഒന്നും എടുക്കുന്നില്ല. പിന്നെ ഡൗൺ വേസ്റ്റ് ആയിട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 1/2 ഇഞ്ച് ആം ഹോളിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആം ഹോളൊന്ന് വരച്ചിട്ട് എടുക്കാം. നെക്കിൻ്റെ വിഡ്ത്തായിട്ട് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. താഴത്തോട്ടുള്ള ലെങ്ത്തായിട്ട് 1 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യണം. അതിനായിട്ട് നല്ല വീതിയും അതേപോലെ നല്ല ലെങ്തി ആയിട്ടുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അത് 4 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ അത് ആം ഹോളിൻ്റെ വിഡ്ത്തായിട്ട് നമ്മളൊരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
സ്ലീവിൻ്റെ വിഡ്ത്തായിട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു 2 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് സ്ലീവിൻ്റെ ആം ഹോളിൻ്റെ അതേ ഒരു ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ലെങ്ത്തായിട്ട് 15 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കൈയുടെ വണ്ണം എത്ര വേണിച്ച് വെസ്റ്റ് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേ അവിടുന്ന് ആം ഹോളിൻ്റെ അവിടേക്ക് ഇതെങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം. താഴെ നമ്മളെപ്പോഴും ഒരു 1 ഇഞ്ച് വിടുക തയ്യൽ തുമ്പായിട്ട്. ആം ഹോളിൻ്റെ അവിടെയും സൈഡിലൊക്കെ ഒരു 1/2 ഇഞ്ച് വിട്ടാൽ മതിയെങ്കിലും താഴെ നമ്മൾ 1 ഇഞ്ച് വിട്ടുക. കാരണം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്, അതിനാണ് 1 ഇഞ്ച് വിടാൻ പറഞ്ഞത്. അപ്പോൾ 1 ഇഞ്ച് താഴെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. സ്ലീവ്സ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തൊക്കെ മാറ്റി 2 സ്ലീവുകൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഫ്രണ്ട് പോർഷൻ അതേ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് 2 പോർഷൻ കിട്ടും ഫ്രണ്ടിൽ. അപ്പോൾ നേരത്തെ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ 2 സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതേ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക ചെയ്യുന്നത്. ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കറക്റ്റ് ഇത് 1 ഇഞ്ച് 1 ഇഞ്ചായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുക. അങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് 2 എഡ്ജ് വശം സ്റ്റിച്ച് ചെയ്യണം. ഇതേ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക, അതെ ഇപ്പുറം അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 2 എഡ്ജ് വശം സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. ഇനി 2 വശവും കൂടെ ചേർത്ത് പിൻ ചെയ്ത് വെക്കുകയാണ്. ഇനി നമ്മൾ ബാക്കിൻ്റെ ഫ്രണ്ടിന് ഷോൾഡേഴ്സ് തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ബാക്കിൻ്റെ നല്ല വശവും ഫ്രണ്ടിൻ്റെ നല്ല വശം ഒരുമിച്ച് വയ്ക്കാം. എന്നിട്ട് ഷോൾഡേഴ്സ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്തു, അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് നെക്കിൻ്റെ അളവ് എടുക്കണം. കോളർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നെക്കിൻ്റെ അളവ് ഒന്ന് എടുക്കണം. അപ്പോൾ ഇതേ ഒരു എഡ്ജും തുടങ്ങി അപ്പുറത്തെ എഡ്ജ് വരെ നമ്മൾ നെക്കിന് ഇങ്ങനെ അളവെടുത്ത് പോവുക. അപ്പോൾ നമുക്കിവിടെ 20 ഇഞ്ചാണ് കിട്ടിയത്. അതാണ് കോളറിൻ്റെ ലെങ്ത്ത് വരുന്നത്. 20 ഇഞ്ചാണ് കോളറിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇങ്ങനെയാണ് ഏറ്റവും ഈസി ആയിട്ട് കോളറിന് അളവെടുക്കാൻ പറ്റുക. പിന്നെ കോളറിന് വെക്കാൻ വേണ്ടി ഒരു ക്രേപ്പിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് 23 ഇഞ്ചും വിഡ്ത്ത് 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റിംഗ് ഫാബ്രിക് എടുക്കാം, പക്ഷേ ഞാനത് എടുത്തിട്ടില്ല, കാരണം അത്രയും കട്ടി വേണ്ട, അതുകൊണ്ടാണ്. ഇനി 2 സൈഡിലുമായിട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് 20 ഇഞ്ച് മതി, ഇത് 23 ഉണ്ടല്ലോ. അപ്പോൾ 1.5 ഇഞ്ച് 2 സൈഡിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണിക്കുന്ന പോലെ താഴോട്ട് ഇങ്ങനെ ഒന്ന് ക്രോസ് ആയിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇനി അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു ക്ലോത്ത് എടുക്കുക. അത് 2 ആക്കി ഇങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ മെയിൻ ക്ലോത്ത്. അതിൻ്റെ മേലെ ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കോളറിന് വെക്കാനുള്ള ആ ക്ലോത്ത് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു സൈഡിൽ തുടങ്ങി ഇത് ഇവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തു. ഇനി 2 സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇനി ഇതൊന്ന് മറിച്ചിടാം. അപ്പോൾ നമ്മളിത് മറിച്ചിട്ടു. ഇന്ന് നമ്മൾ ഫ്രണ്ടത്തെ ആ ഒരു പോർഷൻ്റെ ഒന്നിങ്ങനെ ഒന്ന് മടക്കിയിട്ട് ലൈനിങ്ങുമായിട്ട് നമ്മൾ ഉള്ളിൽ വെച്ച് ആ ക്ലോത്തായിട്ടൊന്ന് മടക്കുക. എന്നിട്ട് ഇതേ അതിൻ്റെ എഡ്ജ് വശം മാത്രം സ്റ്റിച്ച് ചെയ്യുക. ബാക്ക് വശം അതേപോലെ നിൽക്കുക, ഫ്രണ്ടത്തെ വശം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളിത് ഫ്രണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ഭാഗം അതേപോലെ തന്നെ നിൽക്കുവാണ്. ഇനി നമ്മൾ നെക്കുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ ഒരു എഡ്ജ് വശം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പുറത്ത് എഡ്ജ് വശം വരെ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. കോളർ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മേലത്തെ പോർഷൻ ഉണ്ടല്ലോ കോളറിൻ്റെ, ഈ ഒരു പോർഷൻ്റെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുവാണ്. അപ്പോൾ അതേ ടോട്ടലായിട്ടൊന്ന് ഒരു എഡ്ജ് മുതൽ അപ്പുറത്തെ എഡ്ജ് വരെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ കോളർ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പേസ്റ്റൽ പേപ്പർ വെക്കാത്ത വേറൊന്നുമല്ല, നല്ല കട്ടിയായിട്ട് സ്റ്റിഫായിട്ടിരിക്കും. അതുകൊണ്ടാണ് പേസ്റ്റൽ പേപ്പർ വെക്കാണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്ലോത്ത് വെച്ചപ്പോൾ തന്നെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ട് നെക്ക്. ഇനി നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ സ്ലീവിൻ്റെ നല്ല വശം നമ്മുടെ ഈ ഒരു ഷർട്ടിൻ്റെ നല്ല വശം ഒരുമിച്ച് വയ്ക്കും. എന്നിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ
സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്തു. ഇനി സ്ലീവിൻ്റെ എഡ്ജ് വശം കൂടെ നമ്മളൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. 2 സ്ലീവും ഇങ്ങനെ തന്നെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു, എഡ്ജ് വശമൊക്കെ സ്റ്റിച്ച് ചെയ്തു. ഇനി ഷർട്ടിൻ്റെ അടിവശമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമ്മൾ ടൈ കൊടുത്ത ആ ഭാഗത്ത് ചെറുതായിട്ട് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ട്യൂബ് പോലെ ആക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അതാണ് കാണാനൊരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ 2 സൈഡ് അതേപോലെ തന്നെ ഡബിൾ ഫോൾഡ് ചെയ്യുക, എന്നിട്ട് ട്യൂബ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. 2 വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി ബാക്ക് വശം ഇതേപോലെ തന്നെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്യുക, സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഷർട്ടിൻ്റെ അടിവശം നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ കൈയിൻ്റെ അവിടെ നിന്ന് സ്ലീവിൻ്റെ അവിടെ നിന്ന് തുടങ്ങി താഴെ വരെ ബോഡി വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഷർട്ട് ജാക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഞാനിവിടെ ബട്ടൺസ് ഒന്നും വെച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വെക്കാം കേട്ടോ. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് തന്നെ ഇട്ടാൽ മതി, നമുക്ക് അടിപൊളി ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നമുക്കിങ്ങനെ ടൈ ചെയ്തിട്ടാൽ തന്നെ ഇത് ഓക്കെയാണ്. പിന്നെ അങ്ങനെ ബട്ടൺസ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളായി, ഹെൽപ്ഫുള്ളായി എന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഇതുപോലത്തുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. ഞാൻ എല്ലാ ആഴ്ചയും വീഡിയോസ് ഇടും. എല്ലാ വീക്കിലും ഓരോ വീഡിയോസായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അടുത്ത വീക്കിൽ അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ബൈ ഓൾ.